The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello, Namaste, how are you all? All are fine? Yes. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സപ്ന എന്ന യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ നമ്മൾ ബാപ്പു കാ സപ്ന, കവി കാ സപ്ന, ബൂന്ദ് കാ സപ്ന അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു അല്ലേ. യെസ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തത് നമ്മളുടെ പ്രകൃതിയെക്കുറിച്ചാണ്. മരങ്ങൾ വെട്ടിമാറ്റുന്നതിനെക്കുറിച്ചും ജലം മലിനമാവുന്നതിനെക്കുറിച്ചും അല്ലേ, മനുഷ്യനിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ചിരിയുടെയും സത്യസന്ധതയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ അതിൽ. യെസ്. അപ്പോൾ അതിൽ കുറച്ച് വർക്ക്സ് പെൻഡിങ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ a new unit, 6th unit. यूनिट का नाम है बांसुरी. इकाई 6 बांसुरी. बांसुरी माने क्या है? ബാസുരി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? പുതിയ വേർഡാണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. ബാസുരി മാനെ ഫ്ലൂട്ട്, ഓടക്കുഴൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഓടക്കുഴലും ഈ യൂണിറ്റുമായിട്ട് എന്താണ് റിലേഷൻ എന്നറിയാൻ ആഗ്രഹമില്ലേ? സോ ബാസുരി എന്ന യൂണിറ്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. യെസ്. फर्स्ट देखिए चित्र में क्या क्या देख सकते हैं आप लोगों को. एक बड़ा पेड़ है, पेड़ में कई चिड़िया है, अंगूर है और एक लड़का है, लड़का बांसुरी बजाता है. खरगोश है, हिरण है, मोर है, मछली है, गिलहरी है, मेंढक है, कई सारे फूल है, एक नदी है, एक घर है. അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരു വൃക്ഷത്തിൽ ഒരുപാടധികം കിളികളിരിക്കുന്നു. ഒരു കുട്ടി ബാസുരി ബജാ റഹാ ഹൈ, ഒരു കുട്ടി ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ചുറ്റും മാനും മയിലും മുയലും തവളയും അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ട്, മീനുണ്ട്, പുഴയുണ്ട്, പുഴയ്ക്കരികിലൊരു വീടുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ഇക്കായി 6 बांसुरी. और फर्स्ट क्वेश्चन, चित्र में क्या क्या है? ये पक्षी और जानवर क्यों ऐसे खड़े हैं? क्या आप जानते हैं ये कौन कौन है? ഈ 3 ക്വസ്റ്റ്യൻ ആദ്യം എഴുതി വെക്കാം. ഇനി നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾക്ക് എപ്പോഴാണോ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് അത് നിങ്ങൾ അപ്പോൾ തന്നെ അവിടെ എഴുതുക. ഓക്കെ. സോ നമുക്ക് നോക്കാം അല്ലേ, ഇതെന്താണ്, ഇതാരാണ്, എന്തിനാണ് ആ മൃഗങ്ങളെല്ലാം ആ കുട്ടിക്ക് ചുറ്റും നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ. റെഡി. मधुर स्वर बांसुरी का गूंज रहा था. मनु के मन में जब खुशी आ जाए, गम आ जाए, पूरे गांव में बांसुरी की मीठी आवाज गूंजती. അപ്പോൾ എന്താണ്? മധുർ സ്വർ ബാസുരി കാ ഗൂഞ്ച് രഹാ ഥാ. ബാസുരിയുടെ മധുരമായ സ്വരം
മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മധുരമായ ഓടക്കുഴലിൻ്റെ ശബ്ദം അവിടെയെല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനു കെ मन में जब खुशी आ जाए जब गम आ जाए, മനുവിന് എപ്പോഴെങ്കിലും സന്തോഷം വന്നാലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സങ്കടം വന്നാലോ എന്താണ് മനു ചെയ്യുക? പൂരെ ഗാവ് മേ ബാസുരി കി മീठी ആവാസ് ഗൂഞ്ജത്തി. ആ ഗ്രാമം മുഴുവൻ ഈ ഓടക്കുഴലിൻ്റെ മധുര സ്വരം ഇങ്ങനെ മുഴങ്ങി കേൾക്കും. അപ്പോ ഈ കുട്ടി ആരാണെന്ന് മനസ്സിലായില്ലേ? യേ ഹേ മനു. ഇസ് ലഡ്കെ കാ നാം ഹേ മനു. മനു को जब गम आ जाए और जब खुशी आ जाए पूरे गांव में बांसुरी की मीठी आवाज गूंजती. മനുവിന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആ ഗ്രാമം മുഴുവൻ ബാസുരിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും ഇതുപോലെയാണ്. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യും. ചിലർ സങ്കടം വരുമ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ, അല്ലെങ്കിൽ പാട്ട് പാടും. ചിലരോ ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടം നമുക്കുണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെ മനുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉസ്കാ ബാസുരി ഹേ. മനു കാ बहुत पसंदीदा चीज उसका बांसुरी है और मनु को खुशी और गम आ जाए तो मनु उस बांसुरी को बचाते हैं. ठीक है. സോ മനുവും ബാസുരിയും തമ്മിലുള്ള ആ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. क्या आप जानना चाहते हैं कि मनु का बांसुरी से क्या संबंध है? मनु और बांसुरी से क्या संबंध है आपको जानना चाहिए. നിങ്ങൾക്ക് അറിയണോ മനുവും ബാസുരിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന്? നമുക്കൊന്നറിയാം അല്ലേ. ചാപ്റ്റർ का नाम है मनु और बांसुरी. मनु के एक बांसुरी है, सुंदर और जादुई बांसुरी. मनु के लिए एक बांसुरी है. മനുവിനൊരു ഓടക്കുഴലുണ്ട്. सुंदर और जादुई बांसुरी. सुंदर ब्यूटीफुल और जादुई बांसुरी. सुंदर और जादुई, ब्यूटीफुल एंड मैजिकल. ബ്യൂട്ടിഫുള്ളും ആണ് മാജിക്കലുമാണ് എന്ത്? ബാസുരി, ഓടക്കുഴൽ. गांव के हरी घास भरे मैदान में जब वह बांसुरी बजाता. गांव के हरी घास भरे मैदान में जब वह बांसुरी बजाता. ഗ്രാമത്തിലെ ഹരി ഘാസ് ഭരേ മൈതാൻ മേ, പച്ച പുല്ല് നിറഞ്ഞ മൈതാനത്തിൽ അവൻ ബാസുരി വായിക്കുമ്പോൾ. ജബ് വ ബാസുരി ബജാത്ത, എപ്പോഴാണോ അവൻ ഓടക്കുഴൽ വായിക്കുന്നത് അപ്പോഴെല്ലാം എന്ത് സംഭവിക്കാറുണ്ട്? കോയൽ, മോർ ആദി ചിടിയ, हिरण, खरगोश जैसे जानवर उसके चारों ओर इकट्ठे होते. മനുവിൻ്റെ ഗ്രാമത്തിലെ പച്ച പുല്ല് നിറഞ്ഞ മൈതാനത്തിൽ ബാസുരി ഓടക്കുഴൽ വായിക്കുമ്പോൾ കോയൽ, മോർ ആദി ചിടിയ, हिरण, खरगोश जैसे जानवर उसके चारों ओर इकट्ठे होते. കുയിലും മയിലും മുതലായ പക്ഷികളും മാൻ, മുയൽ എന്ന് തുടങ്ങിയ മൃഗങ്ങളും ഉസ്കെ ചാരോ മോറിക്കട്ടെ ഹോത്തെ, അവൻ്റെ ചുറ്റും വന്ന് കൂടി നിൽക്കും. അവനെ പൊതിയും. മനുവിന് ചുറ്റും വന്ന് കുയിലും മയിലും മാനും മുയലും എന്ന് വേണ്ട പക്ഷി മൃഗാദികളെല്ലാം അവൻ്റെ ബാസുരിയുടെ ശബ്ദം കേട്ട് ചുറ്റിനും വന്ന് നിൽക്കും. उसकी मीठी आवाज में सारा गांव झूम उठता, सारा गम पिघल जाता. उसकी मीठी आवाज में सारा गांव झूम उठता. ആ ബാസുരിയുടെ മീഠി ആവാസ് മേ, സ്വീറ്റ് ആയിട്ടുള്ള ആ ശബ്ദത്തിൽ ഗ്രാമം മുഴുവൻ സന്തോഷത്തിൽ മയങ്ങിപ്പോവും, സന്തോഷത്തിൽ മുഴുകിപ്പോവും.
ഛൂമുടുത്ത. ആ ഗ്രാമം സന്തോഷത്തിൽ മുഴുകും. സാരാ ഗം പിഖൽ ജാത്ത. എല്ലാ ദുഃഖങ്ങളും മെൽട്ടായി പോവും, അലിഞ്ഞില്ലാതെയാവും. പിഖൽ ജാത്ത. മനു और बांसुरी का अटूट संबंध. हर पल दोनों एक साथ. मनु और बांसुरी का अटूट संबंध. മനുവും ബാൻസുരിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അട്ടൂട്ട് ഹേ, വേർപിരിക്കാനാവാത്ത റിലേഷനാണ്, വേർപിരിക്കാനാവാത്ത ബന്ധമാണ് മനുവും ബാൻസുരിയും തമ്മിൽ. ഹർ പൽ ദോനോ ഏക് സാത്ത്. ഓരോ നിമിഷവും രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പൊ ഈ കഥ മനസ്സിലായോ? മനുവും ബാൻസുരിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലായോ? तो बताइए मनु का बांसुरी से क्या संबंध है? मनु और बांसुरी का संबंध अटूट है. जब दुख आ जाए, जब खुशी आ जाए, मनु बांसुरी बजाते हैं और सारा गांव का गम पिघल जाता. सारा गांव खुशी से झूम उठता. എല്ലാ ഗ്രാമത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും അലിഞ്ഞില്ലാതെയാവും. ഗ്രാമം മുഴുവൻ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കും. എല്ലാ പക്ഷി മൃഗാദികളും, സബ് പക്ഷി ജാൻവർ ഉസ്കെ ചാരോ മോർ ഇക്കട്ടെ ഹോത്തെ. അവൻ്റെ നാലു പാടും ചുറ്റിനും വന്ന് നിൽക്കുകയും ചെയ്യും, അല്ലേ? അതെ. ഇനി നമ്മൾ മനുവിനെയും ബാൻസുരിയെയും കുറിച്ച് കൂടുതൽ അറിയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച പുതിയ വേർഡ്സ് നിങ്ങൾ എഴുതി പഠിക്കുക. ടേക്ക് യുവർ ഫയൽ ആൻഡ് റൈറ്റ് what all things you can see in this picture. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അതിന് ശേഷം യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഫയൽ ആൻഡ് റൈറ്റ് ന്യൂ വേർഡ്സ് ഓൾസോ. ഓക്കെ, ആൻഡ് ട്രൈ ടു റീഡ് ദിസ് ചാപ്റ്റർ. So that's all for today. We will meet in next week. Till then, bye bye and take care.